എനിക്ക് ഫോർച്യൂണർ ഇല്ല, എനിക്ക് ഓടിയില്ല, എനിക്ക് ഐഫോൺ ഇല്ല. ഇത് ഈ പണക്കാരുടെ കൂടെ മാത്രം നടക്കുന്നവർക്ക് എപ്പോഴും ആർത്തി ഉണ്ടാവും. ആർത്തി ഇങ്ങനെ കൂടി കൂടി വരും. മൂപ്പര് ഒരു ആൾട്ടോ എടുത്തിട്ട് കൂട്ടാൻ വണ്ടിയില്ല, ആൾട്ടോ ഇതെന്ത് ഒരു കയ്യിൽ കയറാന്നല്ലേ. എന്തുകൊണ്ട് കഴിയൂല. വലിയവരോടൊപ്പം മാത്രം ജീവിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവും. അതിനല്ല അള്ളാഹു നമ്മൾ അയച്ചത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. അതിന് ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തല്ലോ. എങ്കിലാണ് നീ ശുക്ർ ചെയ്യുന്ന ഖൽബിന്റെ ഉടമയാവുക. എപ്പോഴും വലിയവരിലേക്ക് നോക്കിയാൽ നമുക്ക് ആർത്തി വരും, അലച്ച വരും, എനിക്കൊന്നുമില്ല എന്ന ചിന്ത വരും. അള്ളാഹു തന്ന നിഅമത്തിനെ തന്നെ നിഷേധിക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി അയാൾ മോശക്കാരനായി മാറി. അങ്ങനെ ഒരിക്കലും നമുക്ക് സംഭവിച്ചു. എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് സ്വതക്ക വർദ്ധിക്കുക, പിശുക്കില്ലാതിരിക്കുക. കാരണം ഈ ദിർഹമും ദീനാറും രൂപയും ഇതൊക്കെ എന്തിനാ എനിക്ക്? എന്നെക്കാൾ തീരെ കഴിവില്ലാത്ത എത്ര സാധുക്കളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണമെന്ന് തോന്നണ്ടേ? നീ താഴെയുള്ളവരിലേക്ക് നോക്കണം. താഴെയുള്ളവർ എത്ര ആൾക്ക് ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കളെ ഫീസ് അടക്കാൻ വകയില്ല, സ്വന്തമായി വണ്ടിയില്ല, വീടില്ല, എത്ര പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലാണ് നമ്മളെ മനസ്സിൽ നന്ദി ചെയ്യാൻ തോന്നുന്നത്.